മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരത്തുള്ള ബ്രിട്ടൻ യുദ്ധവിമാനത്തിന്റെ അറ്റകുറ്റപ്പണിക്കായി ബ്രിട്ടീഷ് വിദഗ്ധ സംഘം എത്തി. 17 അംഗ സംഘമാണ് എത്തിയിട്ടുള്ളത്. തകരാർ പരിഹരിക്കാനായില്ലെങ്കിൽ മറ്റൊരു വിമാനത്തിൽ കയറ്റി തിരികെ കൊണ്ടുപോകും. ചന്തു ചന്ദ്രശേഖർ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ചന്തു, അതൊരു ആന്റണോവ് ആണോ? വലിയ യുദ്ധവിമാനമായിട്ടുള്ള ആന്റണോവ് ആണോ അതോ ഗ്ലോബ് മാസ്റ്റർ ആണോ? ഏത് വിമാനമാണ് അവിടെ എത്തിയിരിക്കുന്നത്? വിമാനത്താവളത്തിൽ അടിയന്തരമായി ലാൻഡ് ചെയ്ത ബ്രിട്ടീഷ് വിമാനം അതിന്റെ വിദഗ്ധ സംഘം തകരാർ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിദഗ്ധ സംഘം തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബ്രിട്ടീഷ് വ്യോമസേനയുടെ ട്രാൻസ്പോർട്ട് വിമാനമായ എയർബസ് 400 ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരു വിമാനത്തിലാണ് ഈ വിദഗ്ധ സംഘം എത്തുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. ഈ വിദഗ്ധ സംഘം ഇന്ന് ഈ തകരാർ സംബന്ധിച്ചുള്ള കൃത്യമായ പരിശോധന നടത്തും. ആ പരിശോധനയിൽ തകരാർ പരിഹരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഈ വിമാനത്തിന്റെ ചിറകുകൾ മാറ്റിയതിനു ശേഷം മറ്റൊരു വിമാനത്തിൽ കയറ്റി കൊണ്ടുപോകാനാണ് വിദഗ്ധ സംഘം ഉദ്ദേശിക്കുന്നത്. അതായത് നേരത്തെ വിനീത് സൂചിപ്പിച്ചതുപോലെ ഗ്ലോബ് മാസ്റ്റർ C-17 എന്ന മറ്റൊരു വിമാനത്തിലായിരിക്കും ഈ യുദ്ധവിമാനം തിരികെ കൊണ്ടുപോകുക. എന്തായാലും പരീക്ഷണ പറക്കലിനിടെയാണ് അടിയന്തരമായി തിരുവനന്തപുരത്ത് ഫ്യുവൽ തീർന്നതും മോശം കാലാവസ്ഥയും തുടർന്ന് തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തത്. വിമാനത്തിന്റെ തകരാർ പരിഹരിക്കുന്നതിന് വേണ്ടി നേരത്തെ ഒരു സംഘം എത്തിയിരുന്നു. ആ സംഘം വ്യക്തമായി തന്നെ പരിശോധിച്ചെങ്കിലും തകരാർ കൃത്യമായി പരിഹരിക്കുന്നതിന് കഴിഞ്ഞാൽ ഈ ഒരു സാഹചര്യത്തിൽ ബ്രിട്ടനിൽ നിന്നുള്ള വിദഗ്ധ സംഘം എത്തിയിരിക്കുകയാണ്. ഹൈഡ്രോളിക് തകരാർ പരിഹരിച്ചുകൊണ്ട് F-35B പറത്തിക്കൊണ്ടുപോകാൻ സാധിക്കുമോ? ഇല്ലെങ്കിൽ അത് ആന്റണോവ്, ഗ്ലോബ് മാസ്റ്റർ ഉൾപ്പെടെയുള്ള ബ്രിട്ടന്റെ കയ്യിലുള്ള വലിയ യുദ്ധവിമാനങ്ങളിൽ അതിന്റെ ചിറകുകൾ, ഈ ചെറിയ യുദ്ധവിമാനത്തിന്റെ ചിറകുകൾ അഴിച്ചുകൊണ്ട് വലിയ കാരിയർ വിമാനങ്ങളിൽ കൊണ്ടുപോകുമെന്നുള്ളതാണ് ചന്തു ചന്ദ്രശേഖർ റിപ്പോർട്ട് ചെയ്യുന്നത്.